ഹായ് ഹലോ സുഖല്ലേ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ ഇതെല്ലാം ചിക്കനെല്ലാം കഴുകി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 750 ഗ്രാം ചിക്കനാണ്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ചിക്കന് നല്ല വേവാണ്, അതുകൊണ്ടാണ് കുക്കറിൽ ഞാൻ വേവിക്കുന്നത്. 4 വിസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതല്ലാണ്ട് സാധാരണ രീതിയിൽ വെന്ത് കിട്ടുവാണെങ്കിൽ അതുപോലെ എടുത്തോളൂ. ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ. ഇതിനകത്തേക്ക് കുറച്ച് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3 മീഡിയം സൈസിലുള്ള പച്ചമുളകാണ്, ഒരു 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഒരു 1/3 കപ്പ് തേങ്ങയാണ്. തേങ്ങ അധികം ആവരുത്. ഇനി 1 ടീസ്പൂൺ കുരുമുളകും, മൊത്തത്തിലുള്ള കുരുമുളകാണ് ഇട്ടിട്ടുള്ളത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ മഷിയായിട്ട് അരച്ചെടുക്കണം. ഇനി അടുത്തതായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചതച്ചു വെച്ച ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തതായി ഇതിനകത്തേക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള ചെറിയ സവോള എടുത്താൽ മതി. അത് കുനുകുനേ കട്ട് ചെയ്തെടുക്കുക. ഒരു 6 ചെറിയുള്ളിയും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലൈറ്റായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. അപ്പോഴാണ് ഈ ചിക്കൻ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ എല്ലാം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികളാണ് ആവശ്യമുള്ളത്. ഒരു ബൗളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ അത് അലിയിച്ചെടുക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പാനിലേക്ക് ചേർക്കുമ്പോഴത്തേനും അത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കൊടുക്കുന്നത്, നല്ലൊരു കളറും ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഉള്ളിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി തന്നെ ചേർത്തോളൂ. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുമ്പോൾ തക്കാളി ഒന്ന് നല്ലതായിട്ട് ഉടഞ്ഞു വരണം. സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കുക്കറിലുള്ള ചിക്കൻ നോക്കാം. അതെല്ലാം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 3/4 ഭാഗം വേവ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ വിധത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് പാനിലേക്ക് തക്കാളിയും എല്ലാം നല്ല രീതിയിൽ എല്ലാം ഉടഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഗ്രേവി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഡയറക്റ്റ് തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും കൂടെ ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്, നേരിട്ട് ചിക്കൻ ചേർക്കുകയാണെങ്കിൽ ചിക്കൻ ചേർത്തിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഈ ഗ്രേവിയുമായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അപ്പോഴത്തേനും സാധാ ചിക്കൻ ആണെങ്കിൽ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി എല്ലാം തേങ്ങയുടെ അരപ്പാണ്. തേങ്ങയുടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ വേറിട്ടെല്ലാം നിൽക്കും. അതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച തേങ്ങയുടെ കൂട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ ചേർത്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനി 3/4 ഭാഗം വേവ് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി ഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴത്തേനും നമുക്കിതെല്ലാം നല്ല ഗ്രേവിയോട് കൂടെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2 മിനിറ്റും കൂടെ ഒന്ന് തുറന്നു വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇത്രയേ ഉള്ളൂ, സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് മേലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിതിന് നല്ല കോമ്പിനേഷനായിട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പത്തിരി, നെയ്ച്ചോറ്, ചപ്പാത്തി എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായങ്ങൾ അറിയിക്കൂ.